ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയ പാഠപുസ്തകമാണ്, പുതിയ ക്ലാസ്സിലാണ്. യാതൊരു വിധത്തിലുള്ള ആശങ്കകളും നിങ്ങൾക്ക് ആവശ്യമില്ല. 100% നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിലെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇംഗ്ലീഷിലെ ആദ്യത്തെ പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് എഴുതിയ ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഓതർ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിനെ നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ആൻഡ് സബ്ടൈറ്റിൽഡ് എ ടെയിൽ ഫോർ ചിൽഡ്രൻ is a short story by Colombian author ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ്. ഇപ്പൊ കൊളംബിയൻ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് എഴുതിയ ഷോർട്ട് സ്റ്റോറിയാണ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഇതിന് മറ്റൊരു സബ് ടൈറ്റിൽ ഉണ്ട്, എ ടെയിൽ ഫോർ ചിൽഡ്രൻ എന്നൊരു തലക്കെട്ട് കൂടി ഇതിനുണ്ട്. ദ ടെയിൽ വാസ് റിട്ടൺ 1968. 1968 ഈ കഥ എഴുതിയത്. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1968 മെയ്. സ്റ്റോറി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജേണൽ കാസ ഡെ ലാസ് അമേരിക്കാസ് എന്ന് പറയുന്ന ജേണലിലാണ്. ദ വർക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ് ഇൻ ന്യൂ അമേരിക്കൻ റിവ്യൂ 13 in 1971. It appeared in 1972 book ലീഫ് സ്റ്റോംസ് ആൻഡ് അതർ സ്റ്റോറീസ്. ഈ പുസ്തകത്തിലാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ലീഫ് സ്റ്റോംസ് ആൻഡ് അതർ സ്റ്റോറീസ്. ഈ സ്റ്റോറി ഫാൾസ് വിത്ത് ജനർ ഓഫ് മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു സ്റ്റോറിയാണിത്. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്നാൽ ഈ കഥ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മാജിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, സൂപ്പർ നാച്ചുറൽ ആണ്. ഇല്ലാത്ത കാര്യം പ്രസന്റ് ചെയ്യുന്നതാണ് മാജിക് എന്ന് പറഞ്ഞത്. അപ്പൊ അമാനുഷികമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റോറിയിൽ ഉണ്ടാവുക. എന്നാൽ റിയലിസം ഉണ്ട്. റിയലിസം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് എന്താണ്? ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇതില് എഴുതിയിരിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അത്ഭുതവും എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥമായ വസ്തുതകളുമാണ്. ഇത് രണ്ടിനും കൂടി ചേർത്തിട്ടാണ് ഈ സ്റ്റോറിയിൽ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ എന്താന്ന് നോക്കാം. ഈ സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തീം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതായിരിക്കും. കൈൻഡ്നെസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റി ഇൻ അവർ വേൾഡ്. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ദി ഡാർക്കസ്റ്റ് ടൈം. അവർ സൊസൈറ്റി ടെൻഡ്സ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹൂ അപ്പിയർ ഡിഫറെന്റ്, എസ്പെഷ്യലി ദോസ് ഹൂ ആർ വീക്ക് ആൻഡ് വൾണറബിൾ. We may not always realize that even small acts of compassion can have a significant impact on many lives. അപ്പൊ കൈൻഡ്നെസ്സും എമ്പതിയും അറിയാത്ത വാക്കുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ദയ, അതുപോലെ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? സഹാനുഭൂതി. അപ്പൊ ദയയും സഹാനുഭൂതിയും എന്താണ്? ഈ ലോകത്തിലെ എസെൻഷ്യൽ ക്വാളിറ്റിയാണ്, ഏറ്റവും അത്യാവശ്യമുള്ള ഗുണങ്ങളാണ് ഈ ലോകത്തിന്. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം. ഏറ്റവും ഇരുണ്ട സമയത്ത്, ഇരുണ്ട കാലഘട്ടത്തില് നമുക്ക് പ്രതീക്ഷയാവുന്നതും വെളിച്ചമാവുന്നതും ഈ ഗുണങ്ങളാണ്. അവർ സൊസൈറ്റി ടെൻഡ്സ് ടു ഐസൊലേറ്റ് ദ വൺ ഹൂ അപ്പിയർ ഡിഫറെന്റ്, എസ്പെഷ്യലി ദോസ് ഹൂ ആർ വീക്ക് ആൻഡ് വൾണറബിൾ. ഏതൊരു വ്യക്തിയാണോ ഏറ്റവും വീക്കായിട്ട്, ദുർബലനായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവപ്പെടുന്നത്, അത്തരം ആളുകളെ സമൂഹം എന്ത് ചെയ്യപ്പെടും? പലപ്പോഴും ഐസൊലേറ്റ് ചെയ്യാൻ, ഒറ്റപ്പെടുത്താനും തടയാനുമാണ് ശ്രമിക്കുകയാണ്. We may not always realize that even small act of compassion can have a significant impact on many lives. അപ്പോ ഒരു ചെറിയ ആക്ട്, സിംഗിൾ ആക്ട്, സ്മോൾ ആക്ട്, ചെറിയൊരു പ്രവൃത്തിയാണെങ്കിലും പുണ്യമായ ഒരു പ്രവൃത്തി, ഒരു നന്മ നിറഞ്ഞൊരു പ്രവൃത്തി, ദയോട് കൂടിയ ഒരു ചെറിയ പ്രവൃത്തിയാണെങ്കിലും ആ ഒരു പ്രവൃത്തി ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി സ്റ്റോറിയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഓതറിനെ കുറിച്ച്, മാർക്കേസിനെ കുറിച്ച്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. The light was weak even at noon when Pelayo was coming back to the house. It was hard to him to see what was moving and growing in the rear of
courtyard. അപ്പൊ നമ്മൾ ഈ സ്റ്റോറി പല രീതിയിൽ പല ടെക്സ്റ്റ് ബുക്കിൽ കാണാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് 10ാം ക്ലാസ്സിൽ നമുക്ക് ഈ പഠിക്കാൻ തന്നിട്ടുള്ള ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ സ്റ്റോറി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതേസമയം ഇത് CBSE 12th ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, അവിടെ വേറൊരു ബിഗിനിങ് ആണ്. അപ്പോ പബ്ലിക്കേഷൻ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് 10th പഠിക്കാനുള്ളത് ഇതേപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് ഇതിലെ വാക്കുകളും മീനിങ്ങും ഒക്കെ. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൺ അറ്റ് നൂൺ. സമയം, ഈ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയണം. ടൈം എപ്പോഴാണ്? അറ്റ് ദ നൂൺ ആണ്, അല്ലെ? ഉച്ച സമയമായിട്ടാണെങ്കിലും ലൈറ്റ് വാസ് വീക്ക് എന്നാണ്. അതായത് വെളിച്ചം എന്തായിരുന്നു? മങ്ങിയ വെളിച്ചം ഉണ്ടായിരുന്നുള്ളൂ, ശരിക്കും കാണാനില്ല എന്നുള്ള. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. പെലായോ തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ്. അപ്പൊ മങ്ങിയ വെളിച്ചത്തില് അദ്ദേഹത്തിന് എന്ത് ചെയ്യും കാണുന്നില്ല? ഹാർഡ് ടു സീ എന്നാ. അപ്പൊ ഹാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് വേർഡ് ആയിട്ടാണ് വന്നത്, അല്ലെ? നോട്ട് ടു സീ എന്നാണ്. അദ്ദേഹത്തിന് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ്. എന്താണ് ആ ചലിക്കുന്നത്, അനങ്ങുന്നത്, അതുപോലെ ഗ്രോണിങ്, ഞരങ്ങുന്നത്. ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അപ്പൊ വീടിന്റെ ആ മുറ്റം, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞ മുറ്റം, അല്ലെ? മുറ്റത്തിനപ്പുറത്ത് എന്തോ ഒരു സാധനം അനങ്ങുകയും ഞരങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ശരിക്കും അദ്ദേഹത്തിന് കാണുന്നുണ്ടായിരുന്നില്ല, കാരണം മങ്ങിയ വെളിച്ചമായിരുന്നു. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പിക്ചറിലൊക്കെ തന്നതുപോലെ തന്നെ ഒരു കടൽ പ്രദേശത്ത്, ഒരു കടലോര ഏരിയയാണ്. അപ്പൊ കടലിന്റെ പ്രദേശത്താണ് ഈ പെലായയുടെ വീടുള്ളത്. അപ്പൊ നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ള ഒരു സമയമാണ് ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റോറിയിൽ. അതാണ് വീക്കായിട്ടുള്ള ലൈറ്റ് എന്ന് പറയാനുള്ള കാരണം. He had to go very close to see that it was an old man, a very old man. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി he had to go, അദ്ദേഹത്തിന് പോവേണ്ടി വന്നു, അല്ലെ? വെരി ക്ലോസ് ടു സീ, അതിന് ശരിക്കും ഒന്ന് കാണാൻ വേണ്ടി അദ്ദേഹം അതിന്റെ അടുത്തേക്ക് ശരിക്കും പോയി. ഇറ്റ് വാസ് an old man. ചെന്നപ്പോഴാണ് അദ്ദേഹം കണ്ടത് അതൊരു വൃദ്ധനായ മനുഷ്യനായിരുന്നു. എ വെരി ഓൾഡ് മാൻ, വളരെ വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ആ മനുഷ്യൻ എങ്ങനെ കടന്നിരുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെ കടന്നിരുന്നത്? ലൈയിങ് ഫേസ് ഡൗൺ ദ മഡ്, ചെളിയിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം കടന്നിരുന്നത്. കമിഴ്ന്ന് കിടക്കുകയാണ്, മുഖം ചെളിയിലേക്ക് അമർന്നിരിക്കുകയാണ് എന്ന്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമെൻഡസ് എഫോർട്ട് ദ മാൻ കുഡ് നോട്ട് ഗെറ്റ് അപ്പ്, ഇംപെഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്. അപ്പോ ഒരുപാട് ട്രമൻഡസ് ആയിട്ടുള്ള വലിയ തോതിലുള്ള എഫോർട്ട്, പരിശ്രമം നടത്തിയെങ്കിലും ദ മാൻ കുഡ് നോട്ട് ഗെറ്റ് അപ്പ്, ആ മനുഷ്യന് എണീക്കാൻ കഴിഞ്ഞില്ല. പെലായോ എന്ത് ചെയ്തു? ആ മനുഷ്യനെ എണീപ്പിക്കാനൊക്കെ നോക്കി, പക്ഷെ അദ്ദേഹം എണീക്കാൻ കഴിഞ്ഞില്ല. ഇംപെഡഡ് എന്ന് പറഞ്ഞ ഒബ്സ്റ്റക്കിൾ, ബാരിയർ, തടസ്സം എന്നാണ് പറയാ. ഇംപിഡിമെന്റ് മറ്റൊരു വാക്കാണ് ഇംപിഡിമെന്റ്, അതും തടസ്സം തന്നെയാണ്. അപ്പൊ ഒരു ബോൾഡ് ലെറ്ററായി തന്നിട്ടുള്ളതാണ്, നമ്മൾ ഷുവറായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്, നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇംപെഡഡ് എന്ന് പറഞ്ഞ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ബാരിയർ ആണ്, തടസ്സമാണ്. ഈസ് എനോർമസ് വിങ്സ്, ആ മനുഷ്യന് എണീക്കാൻ വലിയൊരു ബുദ്ധിമുട്ടായി വന്നത് എന്താണ്? ആ വൃദ്ധനായ മനുഷ്യന് എന്തുണ്ട്? എനോർമസ് എന്ന് പറഞ്ഞ ഹ്യൂജ്, ബിഗ്, വലുത്, വലിയൊരു വിങ്സ് ഉണ്ട്, വലിയൊരു ചിറകും ആ മനുഷ്യന് ഉണ്ടായിരുന്നു. അപ്പൊ ആ വലിയ ചിറകും ആ മനുഷ്യന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയ പ്രത്യേകത. നമ്മുടെ ഈ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സ്റ്റോറിയാണ്, അല്ലെ? അപ്പൊ സൂപ്പർ നാച്ചുറൽ ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളും എന്നാൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ വലിയ ചിറകുള്ള ഒരു മനുഷ്യനാണ് ആ വൃദ്ധൻ. അപ്പൊ അയാൾക്ക് ആ ചിറകുമായിട്ട് എണീക്കാൻ കഴിഞ്ഞില്ല. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് പെലായോ റാൻ ടു ദി ഗെറ്റ് എലിസെൻഡ ഹിസ് വൈഫ്. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ക്യാരക്ടർ, ഹീറോ പെലായോ ആകെ പേടിച്ചുപോയി. കാരണം എന്താ? ഇതാ തന്റെ വീടിനരികില് ആ അരണ്ട വെളിച്ചത്തില് ഒരു വലിയ മനുഷ്യൻ, അതും വലിയ ചിറകുകളുള്ള ഒരു മനുഷ്യൻ. അസാധാരണമായ ഒരു കാഴ്ചയാണ്. ആ ചിറകുള്ള മനുഷ്യനെ കണ്ട് അദ്ദേഹം ഭയന്നു. അദ്ദേഹം വേഗം വീട്ടിലേക്ക് ഓടി. ആരുടെ അടുത്തേക്കാണ്? എലിസെൻഡ, തന്റെ വൈഫായിട്ടുള്ള എലിസെൻഡയുടെ അടുത്തേക്ക് ഓടി. ഷീ വാസ് പുട്ടിങ് കംപ്രസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. വൈഫ് എലിസെൻഡ, അവരുടെ കുട്ടി സിക്കാണ്. സിക്കാണെന്ന് പറഞ്ഞാൽ ഇൽഡ് ആണ് എന്ന് പറഞ്ഞാൽ രോഗിയാണ്. അപ്പൊ ആ കുട്ടിക്ക് അസുഖമുണ്ട്. അപ്പൊ അസുഖബാധിതനായിട്ട്, ബെഡ് റിഡൻ ആയിട്ട്, കിടപ്പിലായിട്ടുള്ള ആ കുട്ടിയെ കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുട്ടിങ് വെറ്റ് ഓർ വാം ക്ലോത്ത് നമ്മളറിയാം. അപ്പൊ ഫീവേർഡ് ആയിട്ടുള്ള ആളുകൾ, നല്ല പനിയൊക്കെ ബാധിച്ച് നമ്മൾ കിടക്കുമ്പോൾ ചിലപ്പോൾ തുണിയൊക്കെ നനച്ചിങ്ങനെ നെറ്റിയിലിടാം, അല്ലെങ്കിൽ നല്ല പുതപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ കവർ ചെയ്യും, അല്ലെ?
അപ്പൊ അതുപോലെ അറ്റൻഡ് ചെയ്യുന്നതിനാണ്. അപ്പൊ ഫീവേർഡ് ആയിട്ടുള്ള ആളുകളെ അറ്റൻഡ് ചെയ്യുന്നതിനെയാണ് ഇവിടെ കംപ്രസ് എന്ന് പറയാം. അപ്പൊ എലിസന്റെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുണി വെച്ചിട്ട് കുട്ടിയെ നന്നായിട്ട് പുതപ്പിച്ച് പനി മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇദ്ദേഹം ഇവിടെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ പേടിച്ചിട്ട് അദ്ദേഹം ഓടി, പെലയെ ഓടി എലിസന്റെ അടുത്തേക്ക് പോവുകയാണ്. നടക്കുന്ന ഫാളൻ ബോഡി, ഫാളൻ എന്ന് പറഞ്ഞ പാള്, പെല്ല് അല്ലെ, വീണു, വീഴപ്പെട്ടു എന്ന്. അപ്പൊ അവിടെ വീണ് കിടക്കുന്ന ആ ഒരു ബോഡിയെ, ആ ശരീരത്തെ രണ്ടുപേരും കൂടെ നോക്കി. ദ മാൻ ഹു ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. There were only a few faded hairs left on his bald skull and very few teeth in his mouth. His pitiful condition seemed that of a drenched great-grandfather. This took away any sense of grandeur he might have had. His huge, buzzard wings, dirty and half-plucked, were entangled in the mud. അപ്പൊ ആ മനുഷ്യൻ ഇനി കാണാൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയാ. ഫിസിക്കൽ ഫീച്ചർ ഓഫ് ദ ക്യാരക്ടർ എന്ന് പറയാണ്. അപ്പോ ആ വീട് കിടക്കുന്ന ഓൾഡ് മാന്റെ ഫിസിക്കൽ ഫീച്ചർ എന്താണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അയാളുടെ ശാരീരിക രൂപം എങ്ങനെയായിരുന്നു. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഘടകമാണ്. ദ മാൻ ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ആ മനുഷ്യൻ ഡ്രസ്സ് ധരിച്ചിരുന്നു അല്ലെ, വസ്ത്രം ധരിച്ചിരുന്നു. ഏതുപോലെ? ഒരു റാഗ് പിക്കറെ പോലെ. ആരാ റാഗ് പിക്കർ എന്ന് പറയുന്നത്? ദ പേഴ്സൺ ഹൂ കളക്ട് റാഗ്സ്. നമ്മുടെ വീട്ടിൽ നിന്ന് പഴയ തുണികളും പഴയ പാഴ്വസ്തുക്കളൊക്കെ കളക്ട് ചെയ്യുന്ന ആളില്ലേ അല്ലെ, അതുപോലെ ഉള്ള ഒരു വ്യക്തി. അപ്പൊ അതുപോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഭിക്ഷക്കാരനെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. There were only a few faded hairs left on his bald skull. അയാളുടെ തല ബാൾഡ് ആണ്. ബാൾഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടിത്തലയാണ്. അപ്പൊ ആ ബാൾഡ് സ്കള്ളാണ്, രോമങ്ങളില്ലാത്ത ആ തലയില് ഫെയ്ഡഡ് ഹെയർസ് ലെഫ്റ്റ് എന്ന്. ഫ്യൂ, വളരെ കുറച്ച്. എ ഫ്യൂ, വളരെ കുറച്ച്. ഫ്യൂ എന്ന് പറഞ്ഞാൽ നത്തിങ്, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെ. അപ്പൊ ഫെയ്ഡഡ് ഹെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വളരെ കുറച്ച് രോമങ്ങളാണ്, മുടികളാണ് അയാളുടെ തലയിൽ ഉണ്ടായിരുന്നത്. വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിൽ വളരെ കുറച്ച് പല്ലുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹിസ് പിറ്റ്ഫുൾ കണ്ടീഷൻ സീംഡ്. അദ്ദേഹത്തിന്റെ പിറ്റ്ഫുൾ, പിറ്റി, ദയനീയമായ അവസ്ഥ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നനഞ്ഞ് കുതിരുന്നതിന് ഡ്രെഞ്ചിങ് എന്ന് പറയാം. ഇവിടെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ ഡ്രഞ്ച് ചെയ്ത പോലെ അല്ലെ, നിങ്ങൾ ഊറ്റിയെടുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ എല്ലും തോലുമായിട്ടുള്ള ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വയസ്സായിട്ടുള്ള ആരെ പോലെയാണ്? ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് അയാളെ കണ്ടാൽ തോന്നുക. എല്ലും തോലും ആയിട്ടുണ്ടെന്ന് അർത്ഥം. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അപ്പൊ ഈ രൂപമൊന്നും കണ്ടിട്ട് ഒരു ഗ്രാൻഡർ എന്ന് പറഞ്ഞാൽ മഹത്വം അല്ലെ, ഗ്രേറ്റ്നെസ്, ഒരു ഗ്രേറ്റ്നെസ്സും അവർക്ക് തോന്നിയില്ല. കാരണം എന്താ? ഒരു മനുഷ്യൻ അങ്ങനെ കിടക്കുന്നു, അയാൾക്ക് ചിറകൊക്കെ ഉണ്ട് എങ്കിലും അവർക്ക് മറ്റൊരു ചിന്തയൊന്നും അയാളെ കുറിച്ച് തോന്നിയില്ല. ഒരു ഏഞ്ചലിനെ പോലെയൊന്നും അവർക്ക് തോന്നിയില്ല. എല്ലും തോലും ആയിട്ടുള്ള ഒരു ദയനീയമായ ഒരു രൂപമായിട്ടാണ് അവർക്ക് തോന്നിയത്. And his huge buzzard wings, dirty and half plucked എന്ന്. അദ്ദേഹത്തിന്റെ ഒരു എന്തുണ്ട്? ഒരു ബസാർഡ് വിങ് ഉണ്ട്. ബസാർഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് വിങ്സ്, വലിയ ചിറകുണ്ട്. ബസാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ആരാണ്. ഈ പ്രാപ്പിടിയൻ, പരിന്ത് എന്നൊക്കെ പോലെ, പരിന്തിനെ പോലെയുള്ള വിങ്സ് ഉണ്ട്. വലിയ ചിറകുണ്ടെങ്കിലും ആ ചിറക് ഡേർട്ടിയാണ്, ആകെ വൃത്തിയില്ലാത്ത ചിറകുകളാണ്. എന്ന് പറഞ്ഞാൽ ചെളിയിൽ വീണ് പുതഞ്ഞു കിടക്കുകയാണ്. ഹാഫ് പ്ലക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ചിറകില് തൂവലുകളൊന്നുമില്ല. ഭൂരിഭാഗം തൂവലുകൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? കൊഴിഞ്ഞു പോയിട്ടുള്ള ചിറകുകളാണ്. വർ എൻടാങ്കിൾഡ് ഇൻ മഡ്. അത് ചെളിയിൽ എൻടാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ കെട്ടുപിണയ, കൂടിക്കുഴയാണ്. ചെളിയിൽ പുരണ്ട് ആകെ കൂടിക്കുഴഞ്ഞ് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് തൂവലുകളൊക്കെയുള്ള ഒരു വലിയ ചിറകൊക്കെയാണ് ആ മനുഷ്യനുണ്ടായിരുന്നത്. They looked at him so long and so closely that Pelayo and Elisenda very soon overcome their surprise. They looked at him. അവർ രണ്ടുപേരും അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. സോ ലോങ്, കുറെ നേരം നിന്ന് നോക്കി, വളരെ അടുത്ത് വന്ന് നോക്കി പലയെയും എലിസന്റെയും. അങ്ങനെ ഓവർകം ദർ സർപ്രൈസ്. ആദ്യം ഉണ്ടായിരുന്ന ആശ്ചര്യമൊക്കെ അവർക്ക് എന്ത് ചെയ്തു? ഓവർകം ചെയ്തു. ആ സർപ്രൈസ് ഒക്കെ ഇല്ലാതായി. In the end, they found him
ഫെമിലിയർ. കുറച്ചു നേരമൊക്കെ കണ്ടപ്പോ അവർക്ക് എന്ത് ചെയ്തു, ഒരു സ്ട്രേഞ്ച്നെസ് അല്ലെ, അസ്വാഭാവികതയൊന്നും അവർക്ക് തോന്നിയില്ല. ഫെമിലിയർ ആയി തോന്നി, ഓ ഇത് വലിയ കാര്യമൊന്നുമില്ല എന്ന്. then they dared speak to him. അങ്ങനെ അവര് ഡയേർഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാ, ധൈര്യപ്പെടുക, ധൈര്യപ്പെട്ടു ടു സ്പീക്ക് ഹിം. സർപ്രൈസ് ഒക്കെ മാറിയപ്പോ അവര് അദ്ദേഹത്തോട് സംസാരിച്ചു. he answered in an incomprehensible dialect with a strong sailor's voice. അദ്ദേഹത്തോട് സംസാരിച്ചു അവര്, നമ്മുടെ എലിസന്റെയും പെലായും ഒക്കെ സംസാരിച്ചെങ്കിലും he answered, അദ്ദേഹത്തിന്റെ മറുപടി എന്താ, ആൻസർ, അങ്ങോട്ട് ചോദിച്ചതിന് ഇങ്ങോട്ട് അദ്ദേഹം നൽകിയ മറുപടികള് ഇൻകോംപ്രിഹെൻസിബിൾ ആണ്. കോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാലോ അണ്ടർസ്റ്റാൻഡബിൾ അല്ലാത്ത, അൺഅണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള അല്ലെ, ഇൻകേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഡയലക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാഷയായിരുന്നു. അപ്പോ മനസ്സിലാവാത്ത ഏതോ ഒരു ഭാഷയിൽ അയാൾ ഇങ്ങോട്ട് സംസാരിച്ചു. എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, അയാളുടെ ശബ്ദത്തിന് ഒരു സെയിലറുടെ, ഒരു നാവികന്റെ ശബ്ദത്തിന്റെ കരുത്തുണ്ടായിരുന്നു, ഒരു റഫ്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സെയിലേഴ്സ്, നാവികരുടെ ശബ്ദം പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അയാൾ പറഞ്ഞ ഭാഷ നമ്മുടെ പെലായൊക്കെ എലിസന്റെയൊക്കെ മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാത്ത എന്തോ ഒരു ഭാഷയിലാണ് അയാൾ തിരിച്ചു സംസാരിച്ചത്. They concluded that he was lonely cast away from some foreign ship wrecked by the storm. അപ്പൊ അവരെന്ത് ചെയ്തു, കൺക്ലൂഡഡ്, അവര് ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചു. അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവർ മനസ്സിലൊന്നുറപ്പിച്ചു, he was a lonely cast away man. ഏതോ ഒരു ഷിപ്പിൽ നിന്ന്, ഏതോ ഒരു ബോട്ടിൽ നിന്ന്, ഒരു ഫോറിൻ ഷിപ്പിൽ നിന്ന്, ഒരു വിദേശ കപ്പലിൽ നിന്ന്, ആ കപ്പൽ കാസ്റ്റവേ ആയിട്ട് അല്ലെ തകർന്ന് രക്ഷപ്പെടുകയാണ്. എസ്കേപ്പ് ഫ്രം ഷിപ്പ് റെക്കിംഗ് എന്നാണ് എന്ത് കാസ്റ്റവേ എന്ന് പറഞ്ഞ്. അപ്പൊ ബോട്ടോ അല്ലെങ്കിൽ ഷിപ്പോ എന്ത് ചെയ്തിട്ട് തകർന്നിട്ട് അതിന്ന് രക്ഷപ്പെട്ട ലോൺലി മാൻ അല്ലെ, രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് ഇയാള്. റെക്ഡ് ബൈ ദ സ്റ്റോൺ. ചിലപ്പോ മഴയത്തും കാറ്റിലും ഒക്കെ, കൊടുങ്കാറ്റില് കപ്പല് തകർന്നിട്ട് അതൊന്ന് രക്ഷപ്പെട്ട് തീരത്തടിഞ്ഞ മനുഷ്യനായിരിക്കും ഇയാള്. നമുക്കറിയാത്ത ഏതൊരു ഭാഷയാണ്, അപ്പൊ മറ്റേതോ രാജ്യത്തെ ഭാഷയാണ് ഇയാള് സംസാരിക്കുന്നത് എന്ന് അവര് തീരുമാനിച്ചു. then they called in the neighbor woman to see him. അങ്ങനെ അവരെന്ത് ചെയ്തു, ആദ്യത്തെ സർപ്രൈസ് ഒക്കെ മാറിയപ്പോ അവര് നൈബർ വുമനെ, തൊട്ടടുത്ത അയൽവാസിയായ സ്ത്രീയെ വിളിച്ചു കാണിച്ചു കൊടുക്കാൻ, ഇങ്ങനൊരു ജീവി എന്നിട്ടുണ്ട്, ഒരു മനുഷ്യനുണ്ട് എന്ന്. all she needed was on the look to show them their mistake. He is an angel. എന്നാ അവള് വന്നിട്ട് അവളെന്താ പറഞ്ഞത്, she needed was on one look to show them their mistake. ഒരു മിസ്റ്റേക്ക് അവരോട് ചൂണ്ടിക്കാണിച്ചു. നിങ്ങള് ഈ മനുഷ്യനെ കണ്ടതുപോലെയല്ല, ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ഇയാളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാണ് അയൽവാസി പറഞ്ഞു. he is an angel. അയൽവാസി പറഞ്ഞു എന്താണ്, ഇയാളൊരു ഏഞ്ചലാണ്, ഇയാളൊരു മാലാഖയാണ്, അല്ലാതെ ഒരു ഓർഡിനറി മാനോ കാസ്റ്റവേ ഒന്നും ഇല്ല. she told them, അവരോട് പറഞ്ഞു, he must have been coming for their child, but the poor fellow is old that rain knocked him down. ഇയാൾ വന്നത് എന്തിനായിരിക്കും, കമ്മിങ് ഫോർ ദ ചൈൽഡ്, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. സുഖമില്ലാതെ കിടക്കണ്ടല്ലോ ഒരു കുട്ടി അവരുടെ അല്ലെ, അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ വന്നത്. പാവം ഈ മനുഷ്യൻ വളരെ ഓൾഡാണ്, വൃദ്ധനായതുകൊണ്ട് മഴയത്താണ് വന്നതെന്നുണ്ടോ, നോക്ക്ഡ് ഡൗൺ, മഴ നനഞ്ഞിട്ട് അയാൾ എന്താണ് താഴെ വീണതായിരിക്കും. ഇടി മഴയൊക്കെ അല്ലായിരുന്നോ, ചിറകൊക്കെ നനഞ്ഞിട്ട് താഴെ വീണതായിരിക്കും ഈ ഒരു ഏഞ്ചൽ എന്ന് പറഞ്ഞു. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. ഫോളോയിങ് ഡേ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം എവ്രി വൺ ന്യൂ, നാട്ടിലെ എല്ലാവരും അറിഞ്ഞു മനസ്സിലാക്കി, ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ. നമ്മൾ ഏഞ്ചൽ എന്ന് കേൾക്കലാണ് അല്ലെ, ആരും കണ്ടിട്ടില്ല. അപ്പൊ അദൃശ്യനായിട്ടുള്ള ആ ഏഞ്ചല് എന്നാ ഇപ്പൊ ഫ്ലഷും ബ്ലഡും ഉള്ള എന്ന് പറഞ്ഞാൽ മാംസവും രക്തവും ഉള്ള എന്ന് പറഞ്ഞാൽ ബോഡി ഉള്ള, ശരിക്കും ശരീരമൊക്കെ ഉള്ള ഒരു ഏഞ്ചൽ ക്യാപ്റ്റീവ് ആണ്. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇംപ്രിസൺഡ് എന്നാണ്, തടവിലാക്കപ്പെടുക. പെലായുടെ വീട്ടില് ഒരു ഏഞ്ചലിനെ പിടിച്ച് തടവിലിട്ടിട്ടുണ്ട് എന്ന് എല്ലാ നാട്ടുകാരും മനസ്സിലാക്കി. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദി കിച്ചൺ ആംഡ് വിത്ത് ഹീസ് ബെയിലിഫ് ക്ലബ്സ്. ബിഫോർ ഗോയിങ് ടു ബെഡ് he dragged him out of the mud and locked him up to the hens in the kitchen coop. പെലായ്ക്ക് എന്തായിരുന്നു പണി, പെലായ എങ്ങനെ ആഫ്റ്റർനൂൺ മുഴുവൻ ആ കിച്ചണിൽ ഇരുന്നിട്ട് അയാൾ എങ്ങനെ നോക്കി, ഈ ചെങ്ങാതി ഏതാണ്, ആരാണ്, ഈ പറയുന്ന പോലെ ഏഞ്ചലാണോ അതല്ല വല്ല മനുഷ്യനാണോ സെയിലറാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആഫ്റ്റർനൂൺ മുഴുവൻ കിച്ചണിൽ ഇരുന്ന് ഇങ്ങനെ പെലായോ അയാളെ തന്നെ വാച്ച് ചെയ്യായിരുന്നു.
ഈസ് ബെയിലിഫ് ക്ലബ് എന്ന് പറഞ്ഞ അതായത് നോക്കിക്കൊണ്ടിരിക്കുക അയാളുടെ കയ്യിൽ പെലായുടെ കയ്യിൽ ഒരു ബെയിലിഫ് ക്ലബ് ഉണ്ടായിരുന്നു. എന്താ ബെയിലിഫ് ക്ലബ് എന്ന് പറഞ്ഞാല് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നിയമപാലകരുടെ കൈവശം ഉണ്ടാവുന്ന വടിയെയാണ് ബെയിലിഫ് ക്ലബ് എന്ന് പറയുക. അപ്പൊ കോർട്ട് ഓർഡർ ഒക്കെ കോടതി വിധിയൊക്കെ നടപ്പിലാക്കാനായിട്ട് വരുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു വടി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസുകാരുടെ കയ്യിൽ ഒരു ലാത്തിയൊക്കെ ഇല്ലേ, അതേപോലെ ഒരു വടിയായിട്ടാണ് അയാൾ അവിടെ നിന്നിരുന്നത്. കാരണം പെലായ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് ആ വടിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇയാൾ അങ്ങനെ നോക്കിയായിരുന്നു ഇവൻ ഏതല്ല എന്ന് നോക്കിയിട്ട്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് അപ്പ് ഹിം ടു ദ ഹെൻസ് ചിക്കൻ കൂപ്പ്. അപ്പൊ ബിഫോർ ഗോയിങ് ടു ബെഡ്, പെലായോ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പെലായോ അയാളെ എന്ത് ചെയ്തു, ഡ്രാഗഡ് വലിച്ചഴിച്ചു കൊണ്ടുപോയി ആ മഡ്ന്ന്, ആ ചെളിന്ന് അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ചിക്കൻ കൂപ്പ് ഉണ്ട് അല്ലെ, കോഴിക്കൂടുണ്ട്, ആ കോഴിക്കൂട്ടിലേക്ക് ഇയാളെ കയറ്റിയിട്ട് കോഴിക്കൂട് അടച്ചു. അങ്ങനെ കോഴിക്കൂട്ടിലിട്ടു അദ്ദേഹത്തെ. എ ഷോർട്ട് ടൈം afterward the child woke up without a fever with a desire to eat. Then they felt magnanimous. They decided to put an angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. A short time afterward, അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ ദ ചൈൽഡ് woke up, അസുഖം ബാധിച്ച് കിടന്നിരുന്ന ആ കുട്ടി എണീറ്റു. വിത്തൗട്ട് ഫീവർ, ആ കുട്ടിക്ക് എന്തില്ല, പനിയൊക്കെ മാറി. ഡിസൈഡ് ടു ഈറ്റ്, വല്ലതും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആ കുട്ടി എണീറ്റു എന്ന് പറഞ്ഞാൽ കുട്ടി അസുഖത്തുനിന്ന് റിക്കവേർഡ് ആയി. ദെൻ ദേ ഫെൽറ്റ്, അപ്പോഴാണ് നമ്മുടെ പെലായയ്ക്ക് എലിസന്റയ്ക്കും എന്ത് തോന്നിയത്, മാഗ്നാനിമസ് എന്ന് തോന്നി, മഹാമനസ്കത തോന്നി എന്ന് പറഞ്ഞാൽ ദയ തോന്നി നമ്മുടെ ഏഞ്ചലിനോട്. ദ ഡിസൈഡഡ് ടു പുട്ട് ആൻ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്, ഒരു ചങ്ങാടം ഉണ്ടാക്കി, ഒരു തോണി, ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞ ചങ്ങാടം, ഒരു തോണിയില് നമ്മുടെ ഏഞ്ചലിനെ കയറ്റിയിട്ട് അതിൽ കുറച്ച് ഫ്രഷ് വാട്ടർ, കുറച്ച് ശുദ്ധജലവും പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ ഫുഡ്, ഭക്ഷണങ്ങള് ഫോർ 3 days, 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ആ തോണിയിലാക്കിയിട്ട് ആൻഡ് ലീവ് ഹിം, അദ്ദേഹത്തിന്റെ വിധിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഈ കടലില് അയാളെ പറഞ്ഞയക്കാൻ അവർക്കൊരു തോന്നലുണ്ടായി. ഈ ഏഞ്ചൽ വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ തങ്ങളുടെ കുട്ടിക്ക് അസുഖമൊക്കെ മാറിയത് എന്നൊരു ചിന്ത അവർക്ക് വന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, ഇയാള് കപ്പല് തകർന്ന് എത്തിയതാണോ ഇനി ഏഞ്ചലാണോ എന്നൊന്നും അറിയില്ല, എന്തായാലും ഇയാളെ പോവാൻ അനുവദിക്കാം, ഒരു തോണിയൊക്കെ ഉണ്ടാക്കി ആ ചങ്ങാടത്ത് കയറ്റിയിട്ട് കുറച്ച് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്ത് അയാളെ പറഞ്ഞേക്കാം എന്നുള്ളൊരു തീരുമാനമൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടായി. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in the front of the chicken coop having fun with the angel. The visitors were tossing him with things to eat through the opening of the coop. It was as if he were not supernatural creature but a circus animal. But when they went out in the courtyard, പക്ഷേ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ഫസ്റ്റ് ലൈറ്റ് ഓഫ് ദ ഡോൺ, ഡോൺ എന്താണ്, പ്രഭാതമാണ് അല്ലെ. അപ്പൊ പ്രഭാതത്തിൽ ആദ്യത്തെ കിരണങ്ങൾ വന്നപ്പോ എന്ന് പറഞ്ഞാല് നേരം പുലർന്നപ്പോ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ അടുത്ത ദിവസം അവര് കണ്ട കാഴ്ച എന്താണ്, ദേ ഫൗണ്ട് ഓൾ നൈബർഹുഡ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ്. തങ്ങളുടെ കോഴിക്കൂടിന് മുമ്പിൽ എന്തുണ്ട്, ആ നാട്ടിലെ മുഴുവൻ ആളുകളും നാട്ടുകാരും വന്ന് തമ്പടിച്ചിട്ടുണ്ട്. ദേ ഹാവിങ് ഫൺ വിത്ത് ഏഞ്ചൽ, അവരൊക്കെ നമ്മളെ ഏഞ്ചലിനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് തമാശ കളിച്ചുകൊണ്ടിരിക്കുക, രസിച്ചുകൊണ്ടിരിക്കുക. വിസിറ്റേഴ്സ് ഭക്ഷണ സാധനങ്ങളൊക്കെ ആ ഓപ്പണിങ്സിലൂടെ, ആ ചിക്കൻ കൂപ്പിന്റെ ഓപ്പണിങ്സിലൂടെ അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളെ ഏഞ്ചൽസിനെ എറിഞ്ഞു കൊടുക്കുക. പിന്നെ അവരങ്ങനെ കളിയാക്കുക, അങ്ങനെ അവർ രസിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വർ നോട്ട് എ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ. വന്നിരിക്കുന്ന നാട്ടുകാർക്കൊന്നും അയാൾ എന്തായി തോന്നിയില്ല, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അതൊരു അമാനുഷിക ശക്തിയായിട്ടുള്ള ഒരു ഏഞ്ചൽ ആയിട്ടൊന്നും അവർക്ക് തോന്നിയില്ല. അവർക്ക് കൂട്ടിലടക്കപ്പെട്ട ഒരു സർക്കസ് ആനിമൽ അല്ലെ, ഒരു സർക്കസ് കൂടാരത്തിൽ ഒരു മൃഗത്തെ തങ്ങൾക്ക് ആസ്വദിക്കാനും രസിക്കാനും ഉള്ള ഒരു മൃഗമാണ് എന്നുള്ള രീതിയിലാണ് ആ മനുഷ്യര് എന്ത് ചെയ്യുന്ന നാട്ടുകാര് ആ ഏഞ്ചലിനോട് പെരുമാറിയിരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മളെ റിയാലിറ്റി എന്ന് പറയുന്ന ഘടകം. മാജിക്കൽ റിയേഴ്സ് നേരത്തെ കണ്ട മാജിക് എന്ന് പറയുന്നത് ഏഞ്ചൽ ആയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ ആയിരുന്നു. റിയലിസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ സമൂഹം എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്, ഇങ്ങനെ നിരാലംബരായ നിസ്സഹായരായ ആളുകളോട് എന്ന് സൂചിപ്പിക്കുന്ന പാർട്ടാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റോറി വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് ഈ സ്റ്റോറിയെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് നൽകും. അടുത്ത വീഡിയോയിൽ കൂടി ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ആണ്.
ടെക്സ്റ്റൽ വർക്ക്സ് ഉണ്ട്, ഗ്രാമർ വർക്ക്സ് ഉണ്ട്, അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസ്കോഴ്സുകൾ ഒരുപാട് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഒക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ക്ലാസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എഴുതിക്കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.